എൽനിനോ പ്രതിഭാസത്തിന്റെ സ്വാധീനത്തെ തുടർന്ന് ഇത്തവണത്തെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ദുർബലമാകുമെന്ന ആശങ്ക ശക്തമായിരുന്നെങ്കിലും ജൂലൈയുടെ ആദ്യവാരം മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ഗണ്യമായി ശക്തി പ്രാപിച്ചത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കേരളം ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ ജൂൺ മാസത്തിൽ മഴയുടെ ലഭ്യത ആശങ്കാജനകമായി കുറഞ്ഞിരുന്നു എങ്കിലും ജൂലൈയിൽ അന്തരീക്ഷ സാഹചര്യങ്ങളിലുണ്ടായ നിർണായകമായ മാറ്റങ്ങൾ മൺസൂണിനെ വീണ്ടും സജീവമാക്കി. ഇതോടെ രാജ്യത്തുടനീളമുള്ള മഴക്കുറവ് അതിവേഗം കുറഞ്ഞു. ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയ മഴക്കുറവ് ഏകദേശം 40%. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിലേറെ കാലത്തിനിടെ രേഖപ്പെടുത്തിയ ഏറ്റവും വരണ്ട ജൂൺ മാസങ്ങളിൽ ഒന്നായി മാറി. 1905 ശേഷം ഇന്ത്യ അനുഭവിച്ച അഞ്ചാമത്തെ ഏറ്റവും വരണ്ട ജൂൺ മാസമായാണ് ഇത്തവണത്തെ കാലയളവ് വിലയിരുത്തപ്പെടുന്നത്. കൃഷി, കുടിവെള്ള ലഭ്യത, ജലസംഭരണികൾ, വൈദ്യുതി ഉൽപാദനം തുടങ്ങി നിരവധി മേഖലകളെ ഈ മഴക്കുറവ് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു. എന്നാൽ ജൂലൈയുടെ ആദ്യ 10 ദിവസങ്ങൾക്കുള്ളിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും മാറി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി ലഭിച്ച ശക്തമായ മഴയുടെ ഫലമായി മഴക്കുറവ് 40% നിന്ന് ഏകദേശം 15% കുറഞ്ഞു. പ്രത്യേകിച്ച് ജൂലൈ 2 മുതൽ 8 വരെ രാജ്യത്തിന്റെ വലിയൊരു ഭാഗത്ത് അതിശക്തമായ മഴ ലഭിച്ചതാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം. മധ്യ ഇന്ത്യയിൽ മഴയുടെ തീവ്രത ഏറ്റവും കൂടുതലായിരുന്നു. രാജ്യത്തിന്റെ പ്രധാന മൺസൂൺ മേഖലയായി കണക്കാക്കപ്പെടുന്ന ഈ പ്രദേശത്ത് ദീർഘകാല ശരാശരിയേക്കാൾ ഏകദേശം 137% അധിക മഴയാണ് ലഭിച്ചത്. മഴയുടെ ഈ വർധനവ് രാജ്യത്തിന്റെ ആകെ മഴക്കുറവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചു. ജൂൺ മാസത്തിൽ മന്ദഗതിയിലായിരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂലൈ 9 രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും വ്യാപിച്ചത്. സാധാരണയായി പ്രതീക്ഷിക്കുന്ന തീയതിയേക്കാൾ ഒരു ദിവസം വൈകിയാണ് മൺസൂൺ മുഴുവൻ രാജ്യത്തും എത്തിയത്. തുടക്കത്തിലെ കാലതാമസവും മഴക്കുറവും എൽനിനോ പ്രതിഭാസത്തിന്റെ സ്വാധീനമാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വിലയിരുത്തിയിരുന്നു. ജൂണിൽ എൽനിനോ രൂപപ്പെട്ടതിനെ തുടർന്ന് ജൂലൈ മാസത്തിലും സാധാരണയേക്കാൾ കുറഞ്ഞ മഴ ലഭിക്കുമെന്നായിരുന്നു ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ മുൻകൂർ പ്രവചനം. എന്നാൽ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ട പുതിയ കാലാവസ്ഥാ സംവിധാനങ്ങൾ ഈ പ്രവചനത്തെ മറികടക്കുന്ന രീതിയിലാണ് മഴ ശക്തിപ്പെടുത്തിയത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ മുൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ KJ രമേശിന്റെ വിശദീകരണമനുസരിച്ച് നിലവിലെ സജീവ മൺസൂൺ സാഹചര്യത്തിൽ എൽനിനോയുടെ സ്വാധീനം പരിമിതമായിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ശക്തമായ ന്യൂനമർദ്ദവും ഗുജറാത്ത്, വടക്കൻ അറബിക്കടൽ മേഖലയിലെ മറ്റൊരു കാലാവസ്ഥാ സംവിധാനവും പരസ്പരം ശക്തിപ്പെടുത്തിയതോടെ വിശാലമായ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് അനുകൂല സാഹചര്യം രൂപപ്പെട്ടു. മൺസൂൺ കാലത്ത് ഇത്തരത്തിലുള്ള കാലാവസ്ഥാ സംവിധാനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് മഴയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നത് അപൂർവമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജൂലൈ 2 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിച്ച് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലൂടെ മുന്നേറി. ഈ സംവിധാനത്തിന്റെ സ്വാധീനത്തിലാണ് മധ്യ ഇന്ത്യയിലും പടിഞ്ഞാറൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴ ലഭിച്ചത്. മഹാരാഷ്ട്രയിൽ ഈ കാലയളവിൽ കനത്ത മഴ അനുഭവപ്പെട്ടു. മഴയുടെ തീവ്രത അത്രയേറെ വർദ്ധിച്ചതിനാൽ മുംബൈയിൽ ഒരാഴ്ചയ്ക്കുള്ള സാധാരണ മഴയായ 212 മില്ലിമീറ്ററിന് പകരം ഏകദേശം 873.1 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. പൂനെയിലും സാധാരണ ലഭിക്കുന്ന 69.5 മില്ലിമീറ്റർ മഴയ്ക്ക് പകരം 415 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചു. സംസ്ഥാന തലത്തിൽ നോക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ ദീർഘകാല ശരാശരിയേക്കാൾ ഏകദേശം 246% അധിക മഴയാണ് രേഖപ്പെടുത്തിയത്. സമീപ വർഷങ്ങളായി എൽനിനോ, ലാനിനോ തുടങ്ങിയ ആഗോള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ മാത്രം കണക്കിലെടുത്ത് ഇന്ത്യൻ മൺസൂണിനെ വിലയിരുത്താൻ കഴിയില്ലെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറിയ കാലയളവിൽ അതിശക്തമായ മഴ ലഭിക്കുന്ന സംഭവങ്ങൾ കൂടുതൽ സാധാരണമാവുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. മഴയുടെ ആകെ അളവിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ ലഭിക്കുന്ന പ്രവണതയാണ് അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്നത്. ഇത് വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, നഗരപ്രളയം തുടങ്ങിയ ദുരന്ത സാധ്യതകളും ഉയർത്തുന്നുണ്ട്. അതേസമയം US-ലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ വിലയിരുത്തലുകൾ പ്രകാരം എൽനിനോ പ്രതിഭാസം ഈ വർഷം മുഴുവൻ കൂടുതൽ ശക്തി പ്രാപിക്കാനും 2027 തുടക്കത്തിലേക്കും തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ശക്തമായ എൽനിനോ രൂപപ്പെടാനുള്ള സാധ്യത 81% വിലയിരുത്തൽ. ഇത് 1950 മുതൽ രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ എൽനിനോ സംഭവങ്ങളിൽ ഒന്നായി മാറാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ മൺസൂൺ ശക്തമായിരിക്കുമ്പോഴും വരും മാസങ്ങളിലെ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രലോകത്തിന്റെ മുന്നറിയിപ്പ്. മൺസൂണിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലും എൽനിനോയുടെ സ്വാധീനവും പ്രാദേശിക കാലാവസ്ഥാ സംവിധാനങ്ങളുടെയും പ്രവർത്തനവും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട സാഹചര്യമാണുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.